ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ചുക്കയും കൂട്ടത്തിൽ കഴിക്കാൻ നെയ്ച്ചോറുമാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നെയ്ച്ചോറിന് സൈഡ് ഡിഷായിട്ടാണ് ചിക്കൻ ചുക്ക തയ്യാറാക്കിയിരിക്കുന്നത്. നെയ്ച്ചോറാണെങ്കിലും വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന മെത്തേഡിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയും നെയ്ച്ചോറും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. 2 വലിയ സവാള നീളത്തിൽ സ്ലൈസാക്കി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ സവാളയെല്ലാം സെപ്പറേറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി കൈകൊണ്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയെല്ലാം ഇതുപോലെ വിട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അരിഞ്ഞ സവാളയെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു 3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ സവാള ഇട്ട് കൊടുക്കാവേ. കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സവാള മൂത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം. സവാളയെല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ബാച്ച് സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാളയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഫ്രൈ ചെയ്തെടുത്ത സവാള ഒന്ന് തണുത്ത ശേഷം പ്ലേറ്റിലേക്ക് ഇതുപോലൊന്ന് നിരത്തിയിടാം. ഇങ്ങനെ നിരത്തിയിടുമ്പോൾ സവാള തണുത്ത് പോകാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. സവാള മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കഴുകി ക്ലീൻ ആക്കിയെടുത്തിരിക്കുന്ന ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം ഒരു ചെറിയ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി അരിഞ്ഞതും 3 പച്ചമുളക് നെടുകെ കീറിയതുമാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം കൈകൊണ്ട് മിക്സാക്കി കൊടുക്കണം. ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളും തൈരും ഉപ്പും സവാളയും എല്ലാം ചിക്കനിൽ നല്ലവണ്ണം പിടിക്കുന്നത് പോലെ മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആദ്യം ചേർത്ത് കൊടുക്കണമായിരുന്നു. ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ചിക്കനിലേക്കെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇതേ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കനിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. തൈരും തക്കാളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിലുള്ള വെള്ളം കൂടി ഇറങ്ങി വരുമല്ലോ. അന്നേരം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് മാറ്റി ഒന്ന് നോക്കാം.
ചിക്കനിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതാണ് ചിക്കൻ വെച്ചിരുന്നത്. ചിക്കനിലുള്ള വെള്ളവും പിന്നെ തക്കാളിയിലും തൈരിലും എല്ലാം കുറച്ച് വെള്ളമുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇറങ്ങി ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഇനി നിങ്ങൾക്ക് ചിക്കൻ അടിയിൽ വല്ലതും പിടിച്ചു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോകാതെ നോക്കണേ, കാരണം ഇത് ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ്. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് 3-4 പ്രാവശ്യം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ചിക്കനിലെ വെള്ളമെല്ലാം ഏകദേശം പറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ബാക്കി വെള്ളവും കൂടി പറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചിക്കൻ ചുക്ക ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസ്റ്റോറൻറ്റുകളിൽ മാത്രമല്ല, നമ്മൾക്കും വീട്ടിൽ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെയധികം ടേസ്റ്റിയാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കും റൈസിനും പൊറോട്ടയ്ക്കും എല്ലാം പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ചുക്ക. ഇനി ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നെയ്ച്ചോറാണ് തയ്യാറാക്കുന്നത്. വലിയ സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇത്. അരി വേവിച്ചെടുക്കാനായിട്ട് ചരുവത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 കഷ്ണം പട്ടയും 1 ബേ ലീഫിൻ്റെ ഇലയും 3-4 കഷ്ണം ഗ്രാമ്പൂവും 2 ഏലക്കായും കുറച്ച് കുരുമുളകും 2 തക്കോലവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ബസ്മതി റൈസാണ് കഴുകി ഇട്ട് കൊടുക്കുന്നത്. അരി നേരത്തെ കുതിർത്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു, കഴുകി നേരെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. അരി ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരി വെന്ത് വന്ന ശേഷം ഒരു കിഴുത്ത പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അരി ഇപ്പോൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. അരിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ ഈ സമയത്ത് നമുക്ക് കോരി മാറ്റാം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത റൈസ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും 3 ടീസ്പൂൺ നെയ്യും കുറച്ച് വറുത്തെടുത്ത കാഷ്യൂ നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് വറുത്ത ഉള്ളിയും കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് നമുക്ക് തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നെയ്യും മസാലപ്പൊടിയും മല്ലിയിലയും എല്ലാം റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. തവി കൊണ്ട് ഒത്തിരി കുത്തി ഇളക്കിയാതെ സാവധാനത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. റൈസ് എല്ലാം ഒന്ന് ലെവലാക്കി വെച്ച ശേഷം ബാക്കി വന്ന കാഷ്യൂ നട്ടും മുന്തിരിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് ചൂടൊന്നും ആക്കണമെന്നില്ല. അഥവാ ഇനിയും ചൂടാക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്തെ 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് തയ്യാറാക്കിയ ചിക്കൻ ചുക്കയും നെയ്ച്ചോറും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.